നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ കിച്ച. ഹലോ, ഞാൻ കിച്ചന. ആ പറ. എന്നോട് ക്ഷമിക്കണം. എന്ത് ക്ഷമിക്കാൻ? സഞ്ജു, ഞാൻ സ്വാതിയുടെ മുന്നിൽ പെട്ടുപോയി. എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. ഒടുവില് സഞ്ജുവിന്റെ ഭർത്താവ് ഞാനല്ലെന്ന് സ്വാതിയുടെ മുന്നിൽ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. എല്ലാം പറഞ്ഞു അവളോട്. നിന്നെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ഒരു പരീക്ഷണം നടത്താനാണെന്ന് നീ കരുതിയോ? അമ്മൂന്റെ കാര്യത്തില് നിനക്കുള്ള ഉത്തരവാദിത്വം അറിയാനാ. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരിക്കൽ വന്നതല്ലേ. നിങ്ങളല്ലേ അവളെ എന്നോട് വിടാത്തത്. ഇപ്പോ അവൾക്ക് ഓർമ്മ പോയിട്ട് എന്നെ തിരിച്ചറിയാത്ത നിലയ്ക്ക് എന്റെ തലയിലോട് കെട്ടിവെക്കാൻ നോക്കുവാണല്ലേ. നീ ഒരു ഭർത്താവാണെങ്കിൽ ഇങ്ങനൊരു വാചകം പറയോടാ? സത്യം പറയടാ, നീ തന്നെയാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് തല്ലിയല്ലടി. എനിക്കറിയാടാ. അത് പറയാതെ ഈ മനയുടെ മതിൽ വിട്ട് നീ പോവില്ല. ഒടുവിൽ മംഗലശ്ശേരിയിൽ ഒരാൾ പറഞ്ഞിട്ടാ ഞാൻ ലച്ചുവിന്റെ ഭർത്താവിന്റെ വേഷം കെട്ടിയെന്ന് എനിക്ക് സ്വാതിയോട് തുറന്നു പറയേണ്ടി വന്നു. സ്വാതിയോട് പറഞ്ഞല്ലേ? ആ അതെ, അങ്ങനെ പറയാതെ എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനാവില്ലായിരുന്നു. നീ എന്ത് ചതിയായി കാണിച്ച? ഒരിക്കലും ചതിക്കില്ലെന്ന് വാക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത ഒട്ടും ശരിയല്ല. ഞാൻ അത് ആരാണെന്ന് വ്യക്തമാക്കിയിട്ടൊന്നുമില്ല. മംഗലശ്ശേരിയിൽ ഒരാളെന്നേ പറഞ്ഞിട്ടുള്ളൂ. പേടിക്കാനൊന്നുമില്ല. എന്നാലും അത് സ്വാതി സംശയിക്കില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ആളെ പറയാതെ എങ്ങനെയാ സംശയിക്കാൻ? ഒന്നുമില്ലെന്നേ. ഞാൻ സ്വാതിയുടെ മുന്നിൽ നിന്ന് ഒരു വിധമാണ് രക്ഷപ്പെട്ടത്. എന്തായാലും ഇതത്ര ശരിയായില്ല കേട്ടോ. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഒരു അത്യാവശ്യ കേസുണ്ട്. ഇപ്പൊ സഞ്ജു ആരെയാ വിളിച്ചേ? ഏയ്, ഞാൻ ഇങ്ങനെ അല്ല, എന്റെ കാര്യമാണല്ലോ പറഞ്ഞ. നീ സ്വാതിയോട് പറഞ്ഞു എന്ന് ചോദിച്ചു കേട്ടല്ലോ. അതാണോ? അത് കവിതപ്പച്ചി എന്നെ വിളിച്ച് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചോദിക്കുക. ഇവിടെ ലച്ചു നീ എങ്ങനെയാണ്, ഞാൻ ഇന്ന് ചെല്ലും, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് അറിയണത്ര. അല്ല, സ്വാതി അത് സംശയിക്കില്ലേന്ന് സഞ്ജു ചോദിച്ചെന്തിനാ? അത് അപ്പച്ചി ഓരോന്ന് ചോദിച്ചു. ശരിക്കും ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ എന്തൊക്കെയോ മറുപടിയും പറഞ്ഞു. സത്യത്തില് ഞാനപ്പോ ചിന്തിച്ചുകൊണ്ടിരുന്നതേ മുൻപ് തിരുമേനിൽ ലച്ചുവിനെ രക്ഷപ്പെടുത്തിയ കാര്യ. സഞ്ജുന്റെ സംസാരം കേട്ടിട്ട് എന്തോ സീരിയസ് മാറ്റർ ആണെന്ന് തോന്നി. ഹേയ്, ഒന്നുമില്ലെന്നേ. ഞാനപ്പച്ചോട് സീരിയസ് ആയിട്ട് സംസാരിച്ചതാ, എങ്ങനെയെങ്കിലും അവര് ഫോൺ വെക്കാനായിട്ട്. അല്ല, ലച്ചുവിന് മെഡിസിൻസ് കൊടുക്കേണ്ട സമയമായല്ലോ. സ്വാതി അത് കൊടുത്തോ? അയ്യോ ശരിയാ, ഞാനത് മറന്നു കേട്ടോ. എന്നാ ചെല്ല്, മരുന്നെടുത്ത് കൊടുക്ക്. ടൈം തെറ്റാൻ പാടില്ല. ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഒരു വിധത്തിലാ സ്വാതിയിൽ നിന്ന് രക്ഷപ്പെട്ടെ. ഇനി സ്വാതി കവിതപ്പച്ചെങ്ങനെ ഫോൺ ചെയ്യൂ? എന്നാ പെട്ടത് തന്നെ. ലച്ചു എന്താ ഇപ്പൊ ഇങ്ങനെ മാറ്റി പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലച്ചുവിനിപ്പോ കിച്ചൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിട്ടില്ലെന്നാ പറയുന്നത്. ഓർമ്മയുണ്ടായിരുന്ന കാലത്ത് അവള് സമ്മതിച്ചതാ. ഇപ്പോ കിച്ചനെ പോലും തിരിച്ചറിയാത്ത പോലെ ലച്ചു പെരുമാറുന്നത്.
ഇപ്പോഴത്തെ അവസ്ഥയില് ലച്ചു ആ സത്യം തിരിച്ചറിയാത്തതാവും എന്നാ എനിക്ക് തോന്നുന്നു. പിന്നെ അച്ഛാ, എനിക്ക് മറ്റൊരു സംശയം കൂടെ ഉണ്ട്. എന്താ മോളെ? ശരിക്കും കിച്ചനല്ല, വേറെ ആരോ ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ. മംഗലശ്ശേരിയില് ആരോ ഒരാൾ കള്ളത്തരങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ മറ്റൊരാൾ അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം മറച്ചു പിടിക്കാൻ മംഗലശ്ശേരിയില് അതാരായാലും ശ്രമിക്കുന്ന എന്തിന്? അതിനർത്ഥം അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി മംഗലശ്ശേരിയിൽ ആർക്കോ ബന്ധമുണ്ടെന്നല്ലേ? അല്ലെങ്കിൽ പിന്നെ മംഗലശ്ശേരിയിലുള്ള ആ ആള് ഈ സത്യം മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന എന്തിനാ? മംഗലശ്ശേരിയിൽ അങ്ങനെ ഒരാൾ, അത് നമുക്ക് ആരാണെന്ന് കണ്ടുപിടിക്കണ്ടേ അച്ഛാ? അച്ഛനെന്തൊന്നും മിണ്ടാത്തെ? അതെ, അത് തന്നെ വേണം മോളെ, നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായ അച്ഛാ. ലച്ചുവിന്റെ മിന്നുകെട്ടായി ബന്ധപ്പെട്ട് നമ്മൾ അറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, എല്ലാം മംഗലശ്ശേരിയുമായി ബന്ധപ്പെട്ട് തന്നെയാ കിടക്കുന്നത്. അതാരാന്ന് എനിക്കറിയണം. എന്ത് വില കൊടുത്തും മംഗലശ്ശേരിയിലെ ആ ആൾ അതാരാന്ന് ഞാൻ കണ്ടെത്തും. അച്ഛാ, ലച്ചുവിന്റെ ജീവിതം നേരെയാവണമെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാവണം. അതുണ്ടായേ പറ്റൂ. മോളെ, എന്തായാലും ഇപ്പൊ ലച്ചുവിന്റെ ട്രീറ്റ്മെന്റ് നടക്കുകയല്ലേ, നമുക്ക് അവളുടെ തിരിച്ചറിവ് കിട്ടാൻ പ്രാർത്ഥിക്കാം. അതല്ലേ പ്രധാനം. പ്രധാനം അത് തന്നെയാ. പക്ഷെ മംഗലശ്ശേരിയിൽ ആ ആളെ കണ്ടെത്തണോ അച്ഛാ? മോളിപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ ആവണ്ട. ആദ്യം ലച്ചുവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേ. അവൾക്ക് ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കാം. അച്ഛൻ പറഞ്ഞത് ശരിയാ. എങ്ങനെയും ലച്ചുവിന് പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടട്ടെ. മംഗലശ്ശേരിയിലെ ആ ആള് ആരാണെന്ന് പറയാൻ ലച്ചുവിന് കഴിയുമെന്ന് അറിയാലോ. ഇനി ആ ആള് അവൾക്ക് ഓർമ്മയില്ലെങ്കിലും അതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. മംഗലശ്ശേരിയിലെ ആ ആളെ ഞാൻ കണ്ടെത്തു വച്ചാ, അതുറപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.